ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിലേക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു കൊറിയൻ ഹെയർ സ്കാർഫിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് എൻക്വയറീസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിതെൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ റീൽസായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് നല്ല റീച്ചും വ്യൂസൊക്കെ കിട്ടിട്ടോ. അങ്ങനെ ആ സമയത്ത് കുറേ പേര് മെസ്സേജ് അയക്കൽ തുടങ്ങി, കമൻസ് ആയിട്ടും ചോദിക്കൽ തുടങ്ങി, ഇത് റേറ്റ് എത്ര, സെയിലുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടോ. ആ ഒരു സമയത്തൊന്നും ഞാനിത് സെയിൽ ചെയ്യണമെന്നൊന്നും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ പേര് പറയാൻ തുടങ്ങിയത് മീഷോയിലൊക്കെ ഇപ്പോൾ കിട്ടുന്നില്ല, എവിടെയും കിട്ടാനില്ല, ഒന്ന് സെൻഡ് ചെയ്ത് തരുമോ, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടോ. അങ്ങനെയാണ് ഞാനിത് ആദ്യം ഞാനൊരു 10-15 ഞാൻ ഓർഡർ എടുത്തു കേട്ടോ. അത്രേ എൻ്റെ അടുത്ത് അതിനുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ഓർഡർ എടുത്ത സമയത്ത് എനിക്കിത് നിർത്താതെ ഒരു 500 മെസ്സേജുകൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇതിലേക്ക് കിട്ടും വേണം. ഇതിലേക്കാണെങ്കിൽ അധികം സമയം ഉണ്ടായിരുന്നില്ല, ഒരു 2 വീക്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 15 ഓർഡേഴ്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇത് വീണ്ടും കുറേ ഓർഡേഴ്സ് വരൽ തുടങ്ങിയപ്പോൾ ഞാനൊരു 19 ഓർഡേഴ്സൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. കാരണം നമ്മളിത് ചെയ്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കും വേണമല്ലോ, ഇതിൻ്റെ മുന്നായിട്ട് കിട്ടും വേണം. അപ്പോൾ എൻ്റെ അടുത്ത് മെറ്റീരിയൽസും അതിന് കുറവായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഒന്നും പ്രാക്ടിക്കലല്ലായിരുന്നു കേട്ടോ. ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ഓരോ സാധനങ്ങൾ പോയി വാങ്ങും, പിന്നെയും ഓർഡർ കിട്ടും, പിന്നെയും പോയി വാങ്ങും, അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഇത്ര ഓർഡർ എടുത്തിട്ട് നമ്മൾ പിന്നെ പോയിട്ട് നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക, അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് നമ്മൾ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ പുറത്ത് പോയിട്ട് പിന്നെയും വാങ്ങിക്കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ വാങ്ങിയിട്ടുള്ള ഓരോ ലേസിനും ഓരോ റേറ്റാണ് കേട്ടോ. 20 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ചെറിയ ലേസിനൊക്കെ 20 രൂപ അങ്ങനെയൊക്കെയാണ്. ഈ വലിയ ലേസിനൊക്കെ ഞാൻ 50 രൂപ കൊടുത്തിട്ടാണ് മീറ്ററിന് വാങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞ് കിട്ടും. ഇത്രയും നമുക്ക് ഓർഡേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ വാങ്ങുമ്പോൾ നമുക്ക് എന്തായാലും കിട്ടും. പക്ഷേ എനിക്കൊന്നും ഒരു ഐഡിയ ഉണ്ടാകാത്തത് കാരണം ഞാൻ എന്ത് ചെയ്ത് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് പോയി വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യും. ആദ്യം ഞാനൊരു 15 ചെയ്തു, പിന്നെ ഞാനൊരു 25 ചെയ്തു, പിന്നെ ഞാനൊരു 10 ചെയ്തു. അങ്ങനെ ഞാൻ ടോട്ടൽ ഒരു 50 ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബൾക്കായിട്ടും ചെയ്തു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് സമയം കുറവായത് കാരണം ഞാൻ അതൊന്നും ഏറ്റെടുത്തില്ല കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഇത് ഓർഡർ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഏതാ വരുന്നത്, ലേസ് എത്ര ഉപയോഗിക്കേണ്ടത്, അങ്ങനെ കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റേറ്റ് എങ്ങനെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൾക്കായിട്ട് ചെയ്തു തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് എനിക്ക് എടുത്ത ഓർഡേഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ ഞാനിപ്പം കൊടുത്തു കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാകുമ്പോഴേക്ക് അവർക്ക് എത്തും വേണമല്ലോ. അപ്പോൾ ഞാൻ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ കുറേ പേരോട് ഞാൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മെസ്സേജ് അയച്ചു കേട്ടോ. എന്നിട്ടും ഇപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്പേസ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു ഗ്ലേസിങ് ഉള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുഴഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഷിമ്മർ നെറ്റിലും ഹക്കോബയിൽ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. ഹക്കോബ ചെയ്യാൻ കോട്ടൻ്റെ ക്ലോത്ത് ആകുമ്പോൾ നമുക്കൊന്നുകൂടി ഈസിയാണല്ലോ. പക്ഷെ അധിക പേരും എൻ്റെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് ലേസ് വരുന്ന ഈ ഒരു സ്കാർഫാണ് കേട്ടോ. കുറേ പേര് ഓർഡർ ചെയ്തത്. ഇന്ന മെറ്റീരിയൽ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ചെയ്തതിൽ കൂടുതൽ പേർക്കും ഇഷ്ടമായത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കുറേ പേര് ഓർഡർ ചെയ്തതും ഇത് വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഓരോ സ്റ്റിച്ചിങ് പ്രോസസ്സാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളതെന്ന്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ട സമയത്ത് ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ കുറേ പേര് മെസ്സേജ് അയച്ച് DM-ലായിട്ടും കമൻസ് ആയിട്ടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ അതിലൂടെയാണ് ഓർഡേഴ്സ് എടുക്കുന്നത്. ഓരോ ഓർഡറും നമ്മൾ എടുക്കുന്ന സമയത്ത് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനൊരു ബുക്കിൽ അപ്പോൾ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എത്ര ഏജായ കുട്ടിക്കാണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ളത് അതും അതിൻ്റെ സൈഡിൽ എഴുതും. പിന്നെ എനിക്ക് മെയിനായിട്ട് എല്ലാം സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാനായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സൈസ് മാത്രം വ്യത്യാസം വരുന്നുള്ളായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് സ്മോൾ സൈസ്, പിന്നെ മീഡിയം, ലാർജ്, ഇങ്ങനെയൊക്കെ ഞാൻ 3 സൈസിൽ
ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെയർ ബാൻഡ് ഇവിടെ സ്റ്റീലിൻ്റെ ഹെയർ ബാൻഡ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഉള്ളിലേക്ക് ഹെയർ ബാൻഡ് വെക്കാൻ വളരെ ഈസി ആയിരുന്നു കേട്ടോ. ചെയ്തെടുക്കാൻ പെട്ടെന്ന് കഴിയുമെങ്കിലും കുറച്ചധികം ഓർഡേഴ്സ് ഉള്ളത് കാരണം കുറച്ച് അത്യാവശ്യം ടൈം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ലോത്ത് വളരെ തിന്നായതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് ആ ഒരു ഹെയർ ബാൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഒരു ലൈനിങ് പീസിലേക്ക് ഇതിനെ കവർ ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്കാർഫിൻ്റെ റേറ്റ് എങ്ങനെ വരുന്നത് എന്ന്, സ്റ്റിച്ചിങ് റേറ്റ്, അതുപോലെ എത്ര രൂപക്കാണ് ഇത് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റേറ്റ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ റേറ്റ് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക്കിൻ്റെ റേറ്റും ലേസും അതുപോലെ ഹെയർ ബാൻഡും ഈ റേറ്റൊക്കെ ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഞാനിത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷിപ്പിംഗ് ചാർജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാനൊരു എമൗണ്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ചാർജും അതും വേണമല്ലോ കൂട്ടുക. അതൊക്കെ പാടെ കൂട്ടിയിട്ട് ഞാൻ 250 രൂപയ്ക്കാണ് കേട്ടോ ഇത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷിപ്പിങ്ങിന് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ലെസ് ആണെങ്കിലും ഒരു മിനിമം ഷിപ്പിംഗ് ചാർജ് 42 രൂപയായിട്ടാണ് ഞാൻ ഓരോന്നും കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ആ സമയത്ത് തൂക്കി നോക്കുന്ന സമയത്ത് 25 ഗ്രാമാണ് ഓരോന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓരോന്നിനും എനിക്ക് 42 രൂപ വെച്ചിട്ട് എമൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ. കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്പേസ് സിൽക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ്. ഈ ഒരു മെറ്റീരിയലിന് മീറ്ററിന് 130 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഹക്കോബ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് മീറ്ററിന് 260 രൂപയാണ്. ഇതൊക്കെ നമ്മൾ റീറ്റെയിലായിട്ടാണല്ലോ വാങ്ങിക്കുന്നത്. ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തായാലും നല്ല ലാഭത്തിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലേസ് ആണെങ്കിലും ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-20 മീറ്ററോളം ലേസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോരാത്തിന് ഞാൻ റീറ്റെയിലായിട്ട് തന്നെ ഒരു 5 മീറ്റർ അങ്ങനെ വീണ്ടും ഒക്കെ വാങ്ങിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ചിങ് ചാർജായിട്ട് ഞാനൊരു 70-80 രൂപയുടെ ഉള്ളിലായിരുന്നു എൻ്റെ ഒരു റേറ്റായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് മെറ്റീരിയലിനും അതുപോലെ തന്നെ ഷിപ്പിങ്ങിനും ഈ ഒരു കൊറിയർ ബാഗ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് വാങ്ങാനുണ്ടല്ലോ. അപ്പോൾ ഓരോന്നും നമ്മൾ കുറച്ചായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് റേറ്റ് എന്തായാലും വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു എമൗണ്ട് കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ ഞാനിത് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറയുന്നത് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ചിലർക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂടുതൽ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ നമ്മൾ ഓരോന്നും നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു റേറ്റും അവിടെ വാങ്ങാം. സൈസ് നോക്കുകയാണെങ്കിൽ 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെ 9 ഇഞ്ചസാണ് കേട്ടോ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 4 വയസ്സ് മുതൽ ഒരു 6 വയസ്സ് വരെ 11 ഇഞ്ചസിലാണ് ചെയ്തിട്ടുള്ളത്. 11-12 ഇഞ്ചസൊക്കെ വരെ പോവാം കേട്ടോ. അധികം തൂങ്ങിപ്പോയാലും അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു സ്കാർഫ്. പിന്നെ നമുക്ക് വലിയ കുട്ടികൾക്ക് ഒരു 7, 8, 9 ആ ഒരു വയസ്സുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് 13-14 ഇഞ്ചസൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് 6 മാസം മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയ കുട്ടികൾക്ക് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഞാൻ കെട്ടുന്ന രൂപത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനുള്ളൊരു ഹെയർ ബാൻഡ് നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഓർഡേഴ്സിൽ ഷിപ്പിങ്ങിനായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. ഓരോ സൈസ് അനുസരിച്ചും ഞാൻ ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ അഡ്രസ്സ് നോക്കിയിട്ട് അങ്ങനെ പാക്ക് ചെയ്തായിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചുരുങ്ങിയത് ഒരു 500 ഓർഡേഴ്സെങ്കിലും എനിക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് ഏറ്റെടുത്താണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വെറും 50 എണ്ണമാണ് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കൊടുക്കുന്നത് നല്ല വൃത്തിയിൽ നല്ല നീറ്റിൽ കൊടുക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഓർഡേഴ്സൊന്നും എടുക്കാതെ ഉള്ളത് നല്ല പെർഫെക്റ്റായിട്ട് കൊടുക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. 1000-ൽ കൂടുതൽ എൻക്വയറീസ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ തന്നെ നമുക്ക് ഒത്തിരി സമയം വേണം. അതിൽ നിന്നും കസ്റ്റമേഴ്സിനെ എടുത്തതിന് ശേഷം അവർ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം GPay ആയിട്ടോ നമുക്ക് ക്യാഷ് അടച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ഓരോരുത്തരെയും ചൂസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു എനിക്ക് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും ഇത് സെല് ചെയ്യണം കരുതിയിട്ട് അങ്ങനെ ചെയ്തതല്ല, സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ കുറേ പേരിലേക്ക്
പറ്റി അവർക്ക് ഇഷ്ടമായി ഇത് ചെയ്തു തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചതായപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് അങ്ങ് ഇറങ്ങാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഞാനിത് 3 തവണയായിട്ടാണ് കേട്ടോ ഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പീഡ് പോസ്റ്റ് വഴി വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.